നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ടെർബോ വമ്പൻ മാറ്റങ്ങളുമായി വരും. നമുക്കറിയാം, വൈശാഖ് സംവിധാനം ചെയ്യുന്ന മിഥുൻ മാനുവൽ തോമസ് കഥാതിരക്കഥ സംഭാഷണം എഴുതുന്ന മമ്മൂട്ടി ചിത്രമാണ്, അടുത്ത മമ്മൂട്ടി ചിത്രമാണ് ടെർബോ. അന്നേരം ഈ ടെർബോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പറയുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് നമുക്ക് വൈശാഖ് എന്ന് പറയുന്ന സംവിധായകൻ്റെ പെട്ടെന്ന് പറഞ്ഞാൽ, വൈശാഖിൻ്റെ ഫസ്റ്റ് പടം നമുക്കറിയാം പോക്കിരി രാജയാണ്. അന്നത്തെ കാലത്തെ ഒരു മെഗാ ഹിറ്റ് പടമാണ് പോക്കിരി രാജ. നല്ലപോലെ ടോമിച്ചൻ മളവുപാടത്തിൻ്റെ എനിക്ക് തോന്നുന്നു റിക്കവർ ചെയ്തൊരു പടമാണ്. അദ്ദേഹം പ്രത്യേക ഒരു സാഹചര്യത്തിൽ നിന്ന് ആ പടം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ നിർമ്മാതാവ് കാണത്തില്ലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഗംഭീരമായ കളക്ഷൻ നേടിയൊരു സിനിമയാണ് പോക്കിരി രാജ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈം ഹിറ്റ് എന്ന് പറയുന്നത് മലയാള സിനിമയുടെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായ പുലിമുരുകനാണ്. അദ്ദേഹം സീനിയേഴ്സ് ചെയ്തിട്ടുണ്ട്, മധുരരാജ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ശതമാനവും മാസ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നൊരു ഡയറക്ടറാണ് എന്നുള്ള സംശയമില്ല. വിശുദ്ധൻ അദ്ദേഹം ചെയ്ത പടമാണ്, വലിയ ഹിറ്റായൊന്നും ആയിട്ടില്ല. പക്ഷേ ലാസ്റ്റത്തെ രണ്ട് പടങ്ങൾ, അതായത് നൈറ്റ് ഡ്രൈവും മോൺസ്റ്ററും, യഥാർത്ഥത്തിൽ മോൺസ്റ്ററും നൈറ്റ് ഡ്രൈവ് OTT ആയിരുന്നു. മോൺസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ യഥാർത്ഥത്തിൽ OTTക്ക് വേണ്ടി എടുത്തതാണ്. യഥാർത്ഥത്തിൽ അത് പിന്നീട് തിയേറ്ററിൽ ഇറക്കണമെന്നുള്ള നിർബന്ധത്തിൽ ഇറക്കിയാണ്. എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ അതങ്ങ് ഫ്ലോപ്പായി പോയത്. അതൊരു പക്ഷേ OTT ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ട്രോളാനുള്ള എലമെൻറ്റ്സ് കിട്ടത്തില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയതാണ് വ്യക്തിപരമായിട്ട്. എന്നാലും ലാസ്റ്റ് രണ്ട് സിനിമകൾ ഇദ്ദേഹത്തിൻ്റെ പരാജയമാണ്. അന്നേരം ഇദ്ദേഹത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് ടെർബോ എന്ന് പറയുന്ന സിനിമയാണ്. എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ടെർബോ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അഗ്നിപരീക്ഷ തന്നെയാണ് സിനിമയിൽ ഇനിയും മുന്നോട്ട് എന്ന് പറയുന്നത്. കാരണം സിനിമ എന്ന് പറയുന്നത് വിജയങ്ങളിലൂടെയാണ് സംവിധായകനായാലും ഒക്കെ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് സംവിധായകർക്ക് വളരെ ആവശ്യമാണ് വിജയം. കാരണം രണ്ട് പരാജയങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഇത് വിജയിച്ചേ പറ്റൂ എന്ന് പറയുന്നിടത്ത് കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 20 അതിൻ്റെ ടെർബോയുടെ 104 ദിവസത്തെ പാക്കപ്പ്, 104 ദിവസം നീണ്ട ഷൂട്ടിങ് പാക്കപ്പ് ആയി. മമ്മൂട്ടിയൊക്കെ വന്ന് നല്ല ഗംഭീരമായി മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണെന്നുള്ളതാണ് ഈ സിനിമയെ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കാതലായാലും മമ്മൂട്ടി കമ്പനിയുടെ പ്ലേ ഹൗസ് എന്ന് പറയുന്നത് എനിക്ക് അത്ര വിശ്വാസമില്ല. മമ്മൂട്ടി കമ്പനിയുടെ കാതലായാലും നൻപകൽ നേരത്തെ മയക്കോ ആയാലും റോഷാക്കായാലും കണ്ണൂർ സ്ക്വാഡായാലും 4 സിനിമ, 5ാമത്തെ സിനിമയാണ് നമ്മുടെ ടെർബോ. അന്നേരം ഈ ടെർബോയിൽ ഇപ്പം ഭ്രമയുഗോടെ കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് ആ ടീമുകൾ മൊത്തത്തിൽ ഒരു അഴിച്ചുപണിക്ക് തയ്യാറെങ്കിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഭ്രമയുഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ടെക്നിക്കലി ഗംഭീരമാണ്. താരങ്ങൾ അഭിനയിച്ച് തകർത്തു. പക്ഷേ ടെക്നിക്കലി അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത് ക്രിസ്റ്റോ സേവിയർ എന്ന് പറഞ്ഞ അണ്ണനാണ്. ക്രിസ്റ്റോ സേവിയർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ സുഷിൻ ശ്യാമിൻ്റെ ശിഷ്യനാണ്. മിന്നൽ മുരളിയിലും ഭീഷ്മപർവ്വത്തിലും ഉള്ള സിനിമകളിലെല്ലാം അസോസിയേറ്റീവ് അസിസ്റ്റൻറ്റുമായിട്ടൊക്കെ നിന്ന കക്ഷിയാണ് ക്രിസ്റ്റോ സേവിയർ. മിടുക്കനാണ്. ചാൻസുകൾ ചോദിച്ച് സുഷിൻ ശ്യാമിനെ ഒരുപാട് കഷ്ടപ്പെടുത്തി അവസാനം അവസരമൊപ്പിച്ച ആളാണ് മിടുക്കനായ ക്രിസ്റ്റോ സേവിയർ. ഗംഭീര വർക്കാണ്, എല്ലാവരും ഗംഭീര വർക്കാണ് ഭ്രമയുഗത്തിൽ, എന്നാലും എടുത്തു പറയേണ്ട വർക്കാണ് ക്രിസ്റ്റോ സേവിയർ. ഇപ്പം ഇതിനായിട്ട് ടെർബോയ്ക്കായിട്ട് മ്യൂസിക് ഡയറക്ടറായിട്ട് വെച്ചിരുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം വെച്ചിരുന്നത് യഥാർത്ഥത്തിൽ ജസ്റ്റിൻ വർഗീസിനെയാണ്. ഇപ്പം ഉണ്ടായ വമ്പൻ മാറ്റം എന്ന് പറയുന്നത് ജസ്റ്റിൻ വർഗീസിനെ മാറ്റി അവർ ആരെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടെർബോ ടീം മൊത്തത്തിൽ വൈശാഖ് ഡയറക്ടറും എല്ലാം ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടെ ചേർന്നായിരിക്കും ക്രിസ്റ്റോ സേവിയറിനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല ഇടുത്തി മാസ് എൻ്റർടൈൻമെൻറ്റ് അടിയോടൊടി പടങ്ങൾക്കൊക്കെ നല്ല കിടുകാച്ചി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എനിക്ക് പറയാൻ പറ്റുന്നത് പുലിമുരുകനിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സിനിമയുടെ ഒരു 30% വിജയത്തിൽ, അല്ലെങ്കിൽ 30 മുതൽ 50% വരെ വിജയത്തിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സഹായിച്ചിട്ടുണ്ട്. പുലിമുരുക എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുണ്ട്. അന്നേരം ഏതെങ്കിലും രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിന് മാസ് പടങ്ങൾക്ക് ഏറ്റവും ആവശ്യമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല ഇടിച്ചിടിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേണം. ഗോപി സുന്ദറൊക്കെ ഭയങ്കര മിടുക്കനായിരുന്നു. കാരണം ഇപ്പം ഗോപി സുന്ദറിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞു എന്ന് തോന്നുന്നു. എന്തായാലും ക്രിസ്റ്റോ സേവിയർ വന്നതോടുകൂടി വമ്പൻ മാറ്റങ്ങളായിരിക്കും. എന്തായാലും മെയ്യിൽ റിലീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. പുത്തൻ അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. എന്തായാലും ഒരു ഗംഭീര അടുത്ത മമ്മൂട്ടിയുടെ അവതാരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഓവർ ഹൈപ്പില്ലാതെ നല്ല സിനിമകൾ, പരീക്ഷണ അടിസ്ഥാനത്തിലും ഗംഭീര മാസ് പടങ്ങളും തരുന്ന മമ്മൂട്ടിയുടെ അടുത്ത നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ടും രേഖപ്പെടുത്തുക. മോശമായാലും നന്നായാലും കമൻസ് എന്തായാലും നിങ്ങൾ കൊടുത്തേക്കുക. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ
സൈനിങ് ഓഫ്.